പൂർവാശ്രമത്തിലെ പേരാണ് രത്നാകരൻ. ആത്മചൈതന്യം ആവുന്ന രത്നം ആകാരം കൊണ്ട ആളുടെ പേരാണ് രത്നാകരൻ. ആത്മചൈതന്യം ആവുന്ന രത്നം ആകാരം കൊണ്ട ആളുടെ പേര് രത്നാകരൻ. ആ രത്നം ആകാരം കൊണ്ട ആൾ അദ്ദേഹം. നമ്മളൊക്കെ ആരാ ശരിക്ക്? വാൽമീകി മഹർഷിയുടെ പൂർവാശ്രമത്തിലെ പേര് നമുക്കൊക്കെ ബാധ. നമ്മുടെ ഉള്ളിലൊക്കെ ഈ ആത്മചൈതന്യമാവുന്ന രത്നം നല്ലോണം പിളങ്ങുന്നുണ്ട്, വിലസുന്നുണ്ട്. ഇപ്പം നമ്മളൊക്കെ രത്നാകരന്മാരാ. പക്ഷെ രത്നാകരൻ ചെയ്ത പ്രവൃത്തിയാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നുണ പറയുക, പരദൂഷണം പറയുക, അസൂയ പറഞ്ഞെടുക്കുക, പൈസ ഉണ്ടാക്കാൻ എന്തെങ്കിലും ചെയ്ത് പൈസ ഉണ്ടാക്കുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, തട്ടിപ്പറിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് ആരുടെ പണിയായിരുന്നു? രത്നാകരൻ്റെ പണിയായിരുന്നു. ഇപ്പം നമ്മളൊക്കെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴത്തെ സമൂഹത്തിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ കണ്ട രത്നാകരന്മാർ മുഴുവൻ ഈ തോന്നിവാസം കാണിച്ച് ജീവിക്കുകയാണ്. അതിന് മാറ്റം വരുന്നുണ്ടെങ്കിൽ ഈശ്വരോപാസന തന്നെ വേണ്ടി വരും. അതാണ് നാരായണീയവും ഭാഗവതമൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊക്കെ രത്നാകരന്മാരാണ്. ഇനി വാൽമീകി ആവണം. വാൽമീകി ആവണം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിദേവിക്ക് പ്രിയപ്പെട്ടവനായിട്ട് തീരണം നമ്മൾ. അതുകൊണ്ടാണ് ഭൂമിദേവി തൃക്കൈകളെ കൊണ്ട് കെട്ടിപ്പിടിച്ച് ആ രത്നാകരനെ വാൽമീകിയാക്കിയത്. തൃക്കൈ കൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചത് വാൽമീകം കൊണ്ട് പൊതിഞ്ഞു. വാൽമീകം എന്ന് പറഞ്ഞാൽ അമ്മയുടെ കയ്യാണത്. പൊതിഞ്ഞ് ആ രത്നാകരനെ മഹർഷിയാക്കി മാറ്റി. കാട്ടാളനെ ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് എത്തിച്ചു. രാമനാമം കൊണ്ടോ അല്ലെങ്കിൽ ഈശ്വര ഉപാസന കൊണ്ടോ ഗുരുക്കന്മാരുടെ പ്രസാദം കൊണ്ടോ ഈശ്വരപ്രസാദം കൊണ്ടോ നമുക്കൊക്കെ നമ്മളായിരിക്കുന്ന രത്നാകരന്മാരൊക്കെ ഇനി ഉപാസന ചെയ്ത് ആ വഴിയിലേക്ക് തിരിയണം. ആ നിത്യാനന്ദത്തിൽ പോയിക്കൊള്ളണം. അതുകൊണ്ടാണ് നാരായണീയൻ തുടങ്ങുന്നത് തന്നെ ആനന്ദം എന്നുള്ള വാക്കുകൊണ്ടാണ്. ഭാഗവതം തുടങ്ങുന്നത് ജന്മാദ്യസ്യ എന്നാണ് തുടങ്ങുക. ഇവിടെ പറയണത് സാന്ദ്രാനന്ദമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതാണ് നമ്മൾ ആലോചിച്ചിരിക്കേണ്ടത്. നമുക്കൊക്കെ ഇപ്പോൾ ഈശ്വരനെ ഉപാസിക്കുമ്പോൾ ഉണ്ടാവുന്ന അനുഭവം ആനന്ദമാണോ ആശ്വാസമാണോ? ആശ്വാസം, സമാശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. സമാശ്വാസം എന്ന് പറയാൻ നിവൃത്തിയില്ല. താൽക്കാലിക ആശ്വാസം. സമാശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പൂർണ്ണമായ ആശ്വാസമാണ്. അത് നമുക്ക് കിട്ടാറൊന്നുമില്ല. ചിലപ്പോൾ കുറച്ച് നേരത്തേക്ക് ഇവിടെ വന്നിരുന്ന് കുറച്ച് നാമൊക്കെ ജപിച്ച് നാരായണിയൊക്കെ പഠിക്കുമ്പോൾ ഒരു ആശ്വാസം തോന്നാറുണ്ട്. വീട്ടിൽ പോയിരുന്ന 100,000 കാര്യങ്ങൾ ചിന്തിച്ച് വിഷമിക്കാറാ പതിവ്. ഇവിടെ ഇരിക്കുമ്പോഴെങ്കിലും ഗുരുവായൂരപ്പാന്ന് വിചാരിച്ച് കുറച്ച് നേരത്തേക്കെങ്കിലും ഒന്നൊരു ആശ്വാസിക്കാനോ അല്ലെങ്കിൽ ചിരിക്കാനോ ഒക്കെ സാധിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊക്കെ ഇവിടെ വന്നേക്കണേ. ഇപ്പോൾ ഇവിടേക്ക് വാസ്തവത്തിൽ ഇവരൊന്നും വീട്ടിൽ പോയി ചിരിക്കാത്തവർ കുറേ ആൾക്കാരുണ്ട് ഇവിടെ. ഇവിടെ മാത്രം വന്ന് ചിരിക്കുന്നവരും വീട്ടിൽ പോയാൽ മറുകുറിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അവിടെ ചിരിക്കാനുള്ള അവസരമില്ല. അതുകൊണ്ടാണ് ഒക്കെ തമ്മിൽ യോജിപ്പില്ലാത്തൊരവസ്ഥയാണ് അവിടേക്ക്. ഇവിടെ വരുമ്പോഴാണ് നമുക്ക് നാമം ജപിച്ചൊക്കെ കുറച്ച് ചിരിക്കാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആനന്ദാവസ്ഥയാണ്, നിത്യാനന്ദമാണ് പറയണത്. സാ എന്നുള്ള അക്ഷരം തന്നെ സന്തോഷം, സംതൃപ്തി, സന്തുഷ്ടി, സമത്വം, സമാശ്വാസം, സത്യം, ഇതിലൊക്കെ ആദ്യത്തെ അക്ഷരം ഏതാണ്? സ. സംഗീതത്തിലെ ആദ്യത്തെ അക്ഷരം ഏതാണ്? സ. സാരിഗമ. ഇത് സാ എന്ന് ഉപയോഗിച്ചതിൻ്റെ അർത്ഥം, സാ എന്ന് പറഞ്ഞാൽ ബ്രഹ്മവാചിയാണ് അക്ഷരം. സോഹം എന്നാ പറയുക സാധാരണ. സാ അഹം, ഞാൻ അതാണ്. അത് മാത്രമല്ല ഈ അഹം എന്നുള്ള വാക്കിനെ കൂടി നമുക്ക് വ്യാഖ്യാനിക്കേണ്ടതായിട്ട് വരും. എന്താ വ്യാഖ്യാനിക്കുക വെച്ചാൽ അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരം ഏതാ? സംസ്കൃതത്തിലും മലയാളത്തിൽ, ഇംഗ്ലീഷല്ല കേട്ടോ പറഞ്ഞത്. മലയാളത്തിലും ഇംഗ്ലീഷിലും മലയാളത്തിൽ സംസ്കൃതത്തിൽ ആദ്യത്തെ അക്ഷരം ഏതാ? ആ അല്ലേ? അവസാനത്തെ അക്ഷരം ഏതാ? ഹ അല്ലേ? അപ്പോൾ ആരാ ഞാൻ? ആ ഹ, അഹം അല്ലേ? സംസ്കൃതത്തിൽ ഞാൻ എന്ന വാക്കിനെ എന്താ ഉപയോഗിക്കുന്നത്? അഹം. അപ്പോൾ ആ തൊട്ട് ഹ വരെയുള്ളതായ അക്ഷരമാല മുഴുവൻ ശരിക്കും പറഞ്ഞാൽ ഞാനാണ്. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ ആരാണ്? ഞാനാണ്. അതാണ് ഹരിനാമകൃതത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഞാനാണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാം പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അഹം എന്നുള്ള വാക്ക് സംസ്കൃതത്തിൽ വരാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ ഈ പ്രപഞ്ചത്തിലെ അകാരം തൊട്ട് ഹകാരം വരെയുള്ളതായ സർവ്വതും ഞാനാണ്. അപ്പം ഞാനല്ലാത്തൊരു സാധനം ലോകത്തിൽ ഇല്ല. അതുകൊണ്ട് മറ്റുള്ളവരെ നമ്മൾ എങ്ങനെയായിട്ട് കാണണം? മറ്റുള്ളവരെയും കൂടി ഞാനായിട്ട് കാണാൻ സാധിക്കുന്നതിൻ്റെ പേരാണ് സമത്വം യോഗ ഉച്യത എന്ന് പറയാൻ കാരണം. അപ്പം അത് കുറേശ്ശെ അഭ്യസിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് എല്ലാത്തിലും നാരായണനെ കാണാൻ സാധിക്കണം, എന്നാലേ ഭക്തിയാവുള്ളൂ. അതുകൊണ്ട് സാന്ദ്രം ആയിരിക്കുന്ന ആനന്ദം എന്ന് ഉദ്ദേശിക്കുന്നത് സമത്വം കൊണ്ട്
സമഭാവന കൊണ്ട്, സമാശ്വാസം കൊണ്ട്, സന്തുഷ്ടി കൊണ്ട്, സമാധാനം കൊണ്ട് ഉണ്ടാവേണ്ടതായ ആനന്ദമാണ് സാന്ദ്രാനന്ദം. ഇതുണ്ടാവണമെങ്കിൽ ഈശ്വര ഉപാസന, അതുപോലെ ഈശ്വരനുള്ള അനുഗ്രഹം ഉണ്ടാവണം. ഈശ്വരാനുഗ്രഹാദേവ പുംസാം അദ്വൈതവാസന. നാരായണീയം പഠിക്കാനും നാരായണീയത്തെ കൂടി ഉപാസിക്കാനും ഭഗവാനെ കാണാനും ആരനുഗ്രഹം ഉണ്ടാവണം? ഭഗവാന്റെ അനുഗ്രഹം. അപ്പോൾ നമുക്കൊക്കെ അനുഗ്രഹമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ കുടമാളൂർ ഈ ഹാളിൽ ഇപ്പോൾ നമ്മളിവിടെ ചേർന്നിരിക്കുന്നത്. ഇപ്പം സാന്ദ്രാനന്ദമാണ് ആവശ്യം. അതെങ്ങനെ ഉണ്ടാവണം ചോദിച്ചാൽ അവബോധാത്മകമായിരിക്കണം, ഉത്ബോധത്തിലായിരിക്കണം ആനന്ദത്തിൻ്റെ അവസ്ഥ. പുറത്ത് നമുക്ക് ആനന്ദം കാണിക്കാൻ വിരോധമില്ല അല്ലേ? നമ്മളൊക്കെ സന്തോഷം നടിക്കുകയാണോ സന്തോഷിക്കുകയാണോ? സന്തോഷം, അതായത് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യണത് സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അല്ലേ? എല്ലാ കാര്യവും അതെ. നമ്മൾ എന്ത് കാര്യം എടുത്ത് നോക്കുള്ളൂ, അതൊക്കെ നമ്മുടെ ഉദ്ദേശം എന്താ വെച്ചാൽ സന്തോഷമാവണം, സന്തോഷമാവണം, സന്തോഷമാവണം എന്ന്. പക്ഷെ ആധ്യാത്മികത പറയണു സന്തോഷിക്കാൻ വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കേണ്ടത്, സന്തോഷത്തോടു കൂടി പ്രവർത്തിക്കുക. നമ്മളൊക്കെ അങ്ങനെയാണോ? സന്തോഷം കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുകയല്ല വേണ്ടത്, സന്തോഷത്തോടു കൂടി പ്രവർത്തിക്കുമ്പോൾ ആ പ്രവൃത്തി തന്നെ എന്തായി തീരും? ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രവൃത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് അത്രേ സന്തോഷം ആവശ്യിക്കുന്നത്, അതിൻ്റെ മറ്റൊരു ഭാഗം അല്ല. ആധ്യാത്മികതയിൽ സന്തോഷത്തോടു കൂടി പ്രവർത്തിക്കുക, സന്തോഷത്തോട് ജീവിക്കുക, സന്തുഷ്ടിയോട് ജീവിക്കുക, സംതൃപ്തിയോട് ജീവിക്കുക, സമാധാനമായിട്ട് ജീവിക്കുക, സമത്വഭാവത്തിൽ ജീവിക്കുക. അങ്ങനെ വന്നാൽ മാത്രമേ ഈ സാന്ദ്രാനന്ദം. അപ്പം നമുക്ക് നമ്മുടെ കുഴപ്പങ്ങൾ മനസ്സിലാക്കാൻ ഇത് പറയണത് വേറൊന്നുമില്ല. അപ്പം ഞാനും നിങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ചിലപ്പോൾ നമ്മുടെ മനസ്സിന് സുഖമില്ലാത്തത്, സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല, ലോകത്തിനോടും ഈശ്വരനുള്ള നമ്മുടെ സമീപന രീതി ശരിയല്ല. അത് ശരിയാക്കിയാൽ മാത്രമേ എവിടെയോ ഒരു മാനുഫാക്ചറിങ് ഡിഫോൾട്ടാണോ എന്നറിയില്ല, ഉണ്ടാക്കിയപ്പോൾ തന്നെ കുഴപ്പമാണെന്നറിയില്ല. അത് എന്തൊരു കുഴപ്പമുണ്ട്, എവിടെയോ കണക്ഷൻ സ്ക്രൂ എവിടെയോ ലൂസായിട്ടുണ്ട് ഉറപ്പാ. ആ ലൂസായ സ്ക്രൂ ഫിറ്റ് ചെയ്തോളാം നമ്മൾ. അത് ആധ്യാത്മികമായി ചിന്തിച്ച് തന്നെ വേണം. അതുകൊണ്ട് സാന്ദ്രാനന്ദം ഉണ്ടാവേണ്ടത് അവബോധാത്മകമായ അവസ്ഥ, ഉത്ബോധത്തിൽ നിന്നാണ്. പിന്നെ വേണ്ടത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിക്കാൻ വേണ്ടത് ബോധമാണോ ബുദ്ധിയാണോ? സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടത് ബോധമാണോ ബുദ്ധിയാണോ? ബോധം. നമുക്കെന്താ ഇല്ലാത്തത്? അത് തന്നെയാണ്. ബുദ്ധിയുള്ളവരൊക്കെ ഭൗതികമായ തലത്തിൽ ഉയർന്നു പോവാറുണ്ട്, ബോധമുള്ളവരൊക്കെ ആധ്യാത്മിക തലത്തിൽ മുന്നോട്ട് പോകാറുണ്ട്. ബുദ്ധിയുള്ളവരെന്താവും? അതുകൊണ്ടാണ് ഭഗവാൻ ബുദ്ധിയെ പറ്റി പറഞ്ഞിട്ടില്ല, ബുദ്ധിയോഗം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഗീതയിൽ. പല യോഗങ്ങളും ഭഗവാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നാരായണ നമ്മൾ വായിക്കാൻ പോകുന്നുണ്ട്, 12ാമത്തെ ദശകത്തിൽ സംരംഭയോഗം എന്നൊരു യോഗം വരാമുണ്ട് ഇവിടെ. പുതിയ യോഗമാണത്. അപ്പോൾ ബുദ്ധിയോഗം ഒന്ന് വേറെ, ബുദ്ധി ഒന്ന് വേറെ. ബുദ്ധി കൊണ്ട് ലൗകികമായ ഉന്നതി നേടാം, ലൗകികമായ വിവരങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഈശ്വരഭാവം ഉണ്ടാവണമെങ്കിൽ ബോധതലം ഉണരണം. ആ ബോധം ഉണർന്നാൽ മാത്രമേ ആ ഈശ്വരഭാവത്തിലേക്ക് വരാൻ. അതെന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മളൊക്കെ നമ്മളെ ഈ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളുള്ളതായി ഈശ്വര ബോധം കൊണ്ടാണ്, ഈശ്വര ബുദ്ധിയല്ല. അതാണ് ഇന്നർ കോൺഷ്യസ്നെസ് എന്ന് പറയും സാധാരണ, ഉൾബോധം എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ബോധം ഉണരണം, അതിനാണ് ആധ്യാത്മികത. ആ ബോധം ഉണർന്ന ആളുടെ പേരാണ് ബുദ്ധൻ. ബുദ്ധി ഉണർന്ന ആളുടെ പേരല്ല, ബോധം ഉണർന്ന ആളുടെ പേരാണ് ബുദ്ധൻ. ആ ബുദ്ധന് മാത്രമേ ഈ പ്രപഞ്ചത്തിൽ എല്ലാം സമമായി കണ്ടുകൊണ്ട് ഈശ്വരഭാവത്തിൽ ഉയരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവബോധാത്മകം ആയിട്ടുള്ളത് ആനന്ദം ഉണ്ടാവണം. ഇത് ഉണ്ടായാൽ വേറെ ആൾക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അത് പറഞ്ഞു കൊടുക്കാനായിട്ട്. നമുക്കുണ്ടാവുന്നതായ നമ്മുടെ വ്യക്തിപരമായ വികാരങ്ങളെ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാവുന്നൊരു ഭാഷ നമ്മുടെ ഇല്ല, ഇതുവരെ ഇല്ല. ഇപ്പോൾ കഴിഞ്ഞാണിപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ആയിരുന്നല്ലോ പരിപാടി ഉണ്ടായിരുന്നപ്പോൾ ഹിന്ദി അറിയുന്ന ആൾക്കാർ അധികം ഉണ്ട് അവിടെ. അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഹിന്ദിയിൽ ചിരിക്കാൻ പറ്റുമോ? പറ്റുമോ ആർക്കെങ്കിലും? നമുക്ക് ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം, മലയാളത്തിൽ അറിയാം. മലയാളികളെ കാണുമ്പോൾ മലയാളത്തിൽ ചിരിക്കുക, ഹിന്ദിക്കാരെ കാണുമ്പോൾ ഹിന്ദി ചിരിക്കുക, തമിഴന്മാരെ കാണുമ്പോൾ തമിഴ് ചിരിക്കുക. പറ്റും? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ? അത് പറ്റില്ലല്ലോ. ഹിന്ദിയിൽ കരയുക, മലയാളത്തിൽ ചിരിക്കുക, ഇംഗ്ലീഷിൽ കരയുക, പറ്റില്ല. കരച്ചിൽ ഒന്നേ ഉള്ളൂ, അതിന് ഭാഷയില്ല. ചിരിക്കും ഭാഷയില്ല, കരച്ചിലിനും ഭാഷയില്ല, സ്നേഹത്തിനും ഭാഷയില്ല, ദേഷ്യത്തിനും ഭാഷയില്ല, ഒരു വികാരത്തിനുമില്ല ഭാഷ. ഇംഗ്ലീഷിൽ ദേഷ്യപ്പെടാൻ പറ്റില്ല, മലയാളത്തിൽ ദേഷ്യപ്പെടാൻ പറ്റില്ല.
അപ്പോൾ നമ്മുടെ ഉള്ളതായ ഒരു വികാരങ്ങൾക്കും ഭാഷയില്ല. മനുഷ്യനാണെങ്കിലോ ഈ വികാരങ്ങളെ കൊണ്ട് നടക്കുന്ന ഒരു ജീവിയാണ് തന്നെ മനുഷ്യൻ, അല്ലേ? നമ്മുടെ ഈ വിചാരങ്ങൾ എപ്പോഴാണ് മാറിപ്പോകാമെന്ന് ആർക്കും അറിയില്ല. അപ്പം എന്തായി, നമ്മുടെ ജീവിതത്തിൽ ഭാഷയ്ക്ക് അത്ര പ്രാധാന്യമൊന്നുമില്ല, അത്ര പ്രാധാന്യം പറയാൻ പറ്റില്ല. ഈശ്വര ഉപാസനയിൽ ഭാഷയ്ക്കല്ല പ്രധാനം, ഭാവത്തിനാണ് പ്രധാനം. എന്തിനാ പ്രധാനം? എന്തിനാ രണ്ടാമത് ചോദിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. തിരുമേനി ഭാ എന്ന് പറഞ്ഞു കേട്ടു, ബാക്കി എന്താ പറയുന്നത് കേട്ടില്ല. അത് വരരുത് വെച്ചിട്ടാണ് പറയുന്നത്. മനുഷ്യരിൽ ഭാഷയ്ക്കല്ല, ഈശ്വര ഉപാസനയിൽ ഭാഷയ്ക്കല്ല പ്രധാനം, ഭാവത്തിനാ പ്രധാനം. ഭാവം നകഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ പേര് തന്നെ ഭാവം, രസം, താളം. ഇതാണ് ഭാരതം. ഭാ എന്ന് പറഞ്ഞാൽ ഭാവം, രാ എന്നുള്ളത് രസം, മറ്റത് താളം. പിന്നെ ആ രാ എന്നുള്ളതിന് വേണമെങ്കിൽ രാഗൊന്നും ചേർക്കാം. അപ്പം എന്ത് വേണം നമുക്ക്? ഭാഷയേക്കാൾ പ്രധാനമാണ് ഭാവം. നമ്മളെപ്പോലതായി ചെറിയ കുട്ടികൾ, ഭഗവാന്റെ മുമ്പിൽ നമ്മളൊക്കെ ചെറിയ കുട്ടികളാണ്. നമ്മുടെയൊക്കെ ഭാഷ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പം നാരായണീയം വായിക്കുന്നത് നമ്മളൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഒക്കെ 100% ശരിയാണെന്ന്? ആർക്കെങ്കിലും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കാര്യം എനിക്ക് നിശ്ചല്യേനും എനിക്കറിയാം. ഞാൻ ചെല്ലണതായി നാരായണീയം പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ എൻ്റെ ഭാവം കൊണ്ട് ഞാൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എൻ്റെ ഭാവം അദ്ദേഹത്തിന് അറിയാൻ സാധിക്കും. അതാ പ്രധാനം. അപ്പോൾ ഈശ്വരികമായ കാര്യത്തിൽ ഭാഷയ്ക്ക് പ്രധാനം, ഭാവത്തിന് പ്രധാനം. സംസ്കൃതം അറിഞ്ഞിട്ട് വേണം ഭഗവാനെ ഭജിക്കാമെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഒരു ഭാഷ അറിയാത്തതായ, സംസാരിക്കാൻ വയ്യാത്ത ആൾക്കാരും പ്രാർത്ഥിക്കാറില്ല ഈശ്വരൻ്റെ അടുത്ത്, ഇല്ലേ? കാരണം എന്താ? ഗുരുവായൂരപ്പനെ വിളിക്കാൻ നല്ലത് വാക്കാണോ മനസ്സാണോ? മനസ്സുകൊണ്ട് ഉറക്ക വിളിച്ചാൽ ഈ വിളി എവിടെ വരെത്തും? വൈകുണ്ഠം വരെ എത്തും. വായോണ്ട് വിളിച്ചാലോ കുറച്ച് ദൂരത്തേക്ക് എത്തുള്ളൂ, അല്ലേ? അപ്പോൾ ഈശ്വരനെ ഉപാസിക്കേണ്ടത് വാക്കുകൊണ്ടാണോ മനസ്സുകൊണ്ടാണോ? ഒരു ഭാഗത്ത്. ഇനി ശരീരത്തിനെ ശുദ്ധീകരിച്ചുകൊണ്ട് ഈശ്വര ഉപാസനയ്ക്ക് പറ്റുമോ? നമുക്ക് ആർക്കെങ്കിലും ശരീരത്തിനെ ശുദ്ധീകരിച്ചുകൊണ്ട് ഈശ്വര ഉപാസനയ്ക്ക് നമ്മളെ കൊണ്ട് സാധിക്കുമോ? എന്താ കാരണം? ശരീരം ജനിച്ചപ്പോൾ തൊട്ട് ശുദ്ധമല്ലാതെ, അല്ലേ? കഫം, രക്തം, പിന്നെ എന്തൊക്കെയാ, പിത്തം, ഞാൻ പറയും സർവ്വ ചീത്ത സാധനങ്ങളും അകത്ത് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം മാത്രമല്ല പുരാണ മലവും നിറച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ മധ്യപ്രദേശം മുഴുവൻ മല. മധ്യപ്രദേശം എന്ന് പറഞ്ഞാൽ ഇവിടം, അല്ലേ? നമുക്ക് ഇതുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അത് അകത്തിരിക്കുന്നതുകൊണ്ട് ആരും അറിയില്ല എന്ന് മാത്രം. അപ്പോൾ അതും ചുവന്നു നടക്കുന്നതായ ഒരു മലഭാണ്ഡമാണ് നമ്മുടെ വയറ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ കഴിച്ചത്, മിനിഞ്ഞാന്ന് കഴിച്ചത് 2 ദിവസമായിട്ട് ഒന്നും കൂടി ശരിയാവണില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അല്ലേ? ഞാൻ പറയാറുണ്ട്, ഗുരുവായൂരൊക്കെ തൊഴാൻ പോണ ആൾക്കാർ 1 മണിക്ക് ഈ ഓടിപ്പെടഞ്ഞെത്തൂത്രേ എവിടേക്ക്? നിർമ്മാല്യം തൊഴാനായിട്ടൊക്കെ എത്തും. അപ്പോൾ ഒന്നിനും പറ്റിയില്ല അവർക്ക്. തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ ഒരൊറ്റ വിചാരമേ ഉള്ളൂ, ഇത് കഴിഞ്ഞിട്ട് വേണം ഒരു ചായ കഴിച്ചിട്ട്. കാരണം അതിന് പറ്റിയില്ല, ഉടനെ നമ്മളേ. അപ്പോൾ ആ തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ എന്താ വിചാരിക്കും, ഇത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് ആശ്വാസം ആവാനായിട്ട്. അപ്പം എന്തുകൊണ്ടാണ് പോയത് അകത്തേക്ക്? നിവേദ്യം കൊണ്ടുപോയത്, അമേദ്യം കൊണ്ടുപോയത് അകത്തേക്ക്. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പം ശരീരത്തിനെ ശുദ്ധീകരിച്ചുകൊണ്ട് ഈശ്വര ഉപാസനയ്ക്ക് നമ്മളെ കൊണ്ട് ഈ ജന്മം സാധ്യമല്ല. പിന്നെ എന്തിനാ കുളിക്കണത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത ആൾക്കാർക്കൊന്നും ശല്യമില്ലാണ്ടിരിക്കാൻ, വേറെ ഒന്നുമല്ല. അടുത്തിരിക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാകേണ്ട വെച്ചിട്ടാണ് നമ്മൾ കുളിക്കണതും. കുറച്ച് സോപ്പൊക്കെ ഇട്ട് എണ്ണയൊക്കെ തേച്ച് കുളിച്ചാൽ അടുത്തിരിക്കുന്ന ആൾക്ക് സമനോട് ഇരിക്കാം, അല്ലെങ്കിൽ നാറിയിട്ട്. ഇത്രയേ ഉള്ളൂ. അപ്പം ശരീരത്തിനെ ശുദ്ധീകരിക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന്, ഒരു ഫ്രഷ്നെസ് തോന്നാനും. 2, സമൂഹത്തിൽ നമുക്ക് ഇപ്പോൾ കാട്ടിലൊക്കെ പോയി ജീവിക്കുക കുളിച്ചില്ല കുഴപ്പമൊന്നുമില്ല. കുളിക്കാത്ത ആൾക്കാർ നോർത്ത് ഇന്ത്യ പോയി ഇഷ്ടം പോലെയുണ്ട്. ഈ കുളിയുടെ പ്രാധാന്യം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഈ 2 നേരം കുളിക്കാർ എവിടെയുള്ളത്? ഇന്ത്യയിൽ കേരളക്കാർ മാത്രമേ ഉള്ളൂ. കേരളം വിട്ട് കഴിഞ്ഞാൽ കുളിയൊക്കെ ഒരു കോപ്പാ. വെള്ളം കണ്ട ഓടും കുതിര എന്നുള്ള കണ്ടീഷൻ അവിടെയൊക്കെ പോയാൽ അവർക്കൊന്നും ഒരു പ്രശ്നം തന്നെയില്ല നേരത്തെ. പക്ഷേ അതിൽ ഏറ്റവും രസം എന്താ വെച്ചാൽ, ആശ്രമത്തിലൊരു സന്യാസി വന്നിട്ടുണ്ടായിരുന്നു ഒരിക്കൽ. അദ്ദേഹത്തിനോട് ചോദിച്ചു, ഈ തെക്കേ ഇന്ത്യൻ വടക്കേ ഇന്ത്യയായിട്ട് എന്താ വ്യത്യാസം? അപ്പം അദ്ദേഹം പറഞ്ഞു, തെക്കേ ഇന്ത്യക്കാർക്ക് ചടങ്ങുകൾ കൂടുതലാണ്, വടക്കേ ഇന്ത്യക്കാർക്ക് ഭക്തി കൂടുതലാണ്. മനസ്സിലായോ പറഞ്ഞെന്താന്ന്?
തെക്കേ ഇന്ത്യക്കാർക്ക് ചടങ്ങുകൾ പോയിട്ടില്ല, ഭയങ്കര ചടങ്ങാണ്. വലത്തേക്കാല് വെക്കണോ ഇടത്തേക്കാല് വെക്കണോ, വിളക്ക് എങ്ങനെ തിരിക്കേണ്ടത്, ഭഗവാൻ എങ്ങനെ തിരിക്കേണ്ടത്, ഭഗവാൻ ഓടെ കൊള്ളു വയ്ക്കണോ വയ്ക്കണ്ടേ, ഉത്തരാമായണം വായിക്കണോ വായിക്കണ്ടേ, ഉത്തരാമായണം വായിച്ചാൽ ഭർത്താവ് ഭാര്യ കാട്ടിക്കൊണ്ട് കളയൂ ഇത്രയും, അതുകൊണ്ടത് വായിച്ചാൽ പ്രശ്നമാണ്. മഹാഭാരതം വായിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വഴക്കുണ്ടാവും, അതും വായിക്കാറില്ല. പിന്നെ ഭഗവത്ഗീത വീട്ടിൽ വെച്ചാൽ അടിയോട് അടിയാവും, അതും വയ്ക്കാറില്ല. ഇങ്ങനെ തുടങ്ങി സർവ്വ സംശയങ്ങളും അന്നേരത്തോടെ. അപ്പോൾ തെക്കേ ഇന്ത്യക്കാർക്ക് ഇങ്ങനെ കുറേ ചടങ്ങുകളും സംശയങ്ങളും ആചാരങ്ങളൊക്കെ ഭയങ്കരമാണ്. വടക്കേ ഇന്ത്യക്കാർക്ക് അതൊന്നുമില്ലാത്രേ. പാൻറ്റും ഷർട്ടും ഇട്ട് നമസ്കരിക്കും, തൊടും കെട്ടിപ്പിടിക്കും. ആരെ? ഭഗവാനെ. നമുക്ക് തൊടാൻ പറ്റുമൊന്നുമില്ല, അവിടെ നിന്നോളൂ കേട്ടോ, ഇങ്ങോട്ട് വരരുതെന്നാണ് അല്ലേ. നമ്മുടെ ഏകാശിക്ക് പോലും ചോറും ഗോതമ്പും തമ്മിലും കൂടി അയത്തുള്ള ആൾക്കാരാണ് നമ്മൾ. ഇപ്പോൾ വരാൻ പോണ്ട് ഗുരുവായൂർ ഏകാശി. ഗോതമ്പ് തൊട്ടാൽ ചോറ് തൊടാൻ പാടില്ല, ചോറ് തൊട്ടാൽ ഗോതമ്പ് തൊടാൻ പാടില്ല. കാരണം രണ്ടും കൂടി ഭയങ്കര അയത്താണ്. ഇത് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ ഇതിൻ്റെ രഹസ്യം എന്താണെന്നുള്ളത് കേട്ടോ. ഈ ചോറും ഗോതമ്പും തമ്മിൽ എന്നാ അയത്തായി എന്നുള്ളത്. ഏകാശിക്കാർക്ക് അവിടെ അങ്ങോട്ട് പോയിക്കോളൂ, ഇവിടെ തൊടാൻ പാടില്ല. ചോറ് തൊട്ടാൽ ഗോതമ്പ് തൊടാൻ പാടില്ല, ഗോതമ്പ് തൊട്ടാൽ ചോറ് തൊടാൻ പാടില്ല. ഈ ഗോതമ്പും ചോറും എവിടെ നിന്നുണ്ടായതാ? മണ്ണിൽ നിന്നുണ്ടായതാ അല്ലേ. ഇങ്ങനെ തുടങ്ങി തൊട്ടുകൂടായ്മ, അയിത്തം, കണ്ടുകൂടായ്മ, അത് കുറേ ഉണ്ട്. ഇങ്ങനെ ആചാരങ്ങളും വിചാരങ്ങളും ചടങ്ങുകളായിട്ട് കഴിച്ചു കൂട്ടാകാരം നമ്മളൊക്കെ. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ മുഖത്തിനൊന്നും ഒരു ഭംഗിയില്ല കാണാനായിട്ട്, ഒക്കെ മുറിപ്പിച്ചുകൊണ്ടാണ് എന്തോ ഒരു അപ്പോൾ ഉത്തരേന്ത്യക്കാർക്ക്, ഞങ്ങളിപ്പോൾ ഉത്തരേന്ത്യ പോയപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാനിപ്പോൾ ഉണ്ടായത് കുറേ ദിവസം ഉണ്ടായാലും അവിടെ ഒരു വിഷമവും ഇല്ല അവർക്ക്. പാൻറ്റ് ഇട്ടായാലും ഷർട്ട് ഇട്ടായാലും ശരി, ഈശ്വര ഉപാസനയ്ക്ക് ഒരു ബുദ്ധിമുട്ടും അവർക്കില്ല. നമുക്ക് വെച്ച് കഴിഞ്ഞാൽ കുളിക്കണം, അത് വേണം ഇത് വേണം, കുളിക്കാണ്ട് സഹസ്രനാമം ചെല്ലാൻ പാടില്ല, കുളിക്കാണ്ട് അമ്പലത്തിൽ പോകാൻ പാടില്ല, കുളിക്കാണ്ട് പൂജ കഴിക്കാൻ പാടില്ല, കുളിക്കാണ്ട് സഹസ്രനാരായണി ജപിക്കാൻ പാടില്ല, കുളിക്കാണ്ട് ഒന്നും പാടില്ല. അതുകൊണ്ട് കുളിയില്ല, ജപമില്ല, ഒന്നുമില്ല, കഴിഞ്ഞില്ലേ. അവിടെ അതൊന്നുമില്ലാതെ കാലും മുഖം തൊഴുതാ കഴുകി അവർ ഈശ്വര ഉപാസന യാതൊരു വിട്ടുവീഴ്ചയില്ല എന്നർത്ഥം. അപ്പോൾ നമ്മളെങ്ങനെയാവണം ശരിക്കും പറഞ്ഞാൽ? ഈശ്വര ഉപാസനയിൽ കണ്ടീഷൻസ് ഒന്നും വയ്ക്കാതിരുന്നാൽ അത്രയും നല്ലതാണ്. ഞാൻ അത്രേ പറയുള്ളൂ. ഭഗവാൻ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ പറയത്ത കണ്ടീഷനൊന്നും വച്ചിട്ടില്ല. നിങ്ങൾ ഇഷ്ടം പോലെ ജീവിച്ചോളൂ നിങ്ങളുടെ കർമ്മത്തിനനുസരിച്ച് അല്ലേ. ഈശ്വരൻ ജന്മത്തിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ കർമ്മവും നമ്മുടെ കർമ്മവാസനയാണ്, അല്ലാണ്ട് ഈശ്വരനല്ല. ഉപാസനയെ കൂടിയിട്ട് ഈ കർമ്മവാസനയോ കർമ്മത്തിനെ ശുദ്ധീകരിച്ചെടുത്തു കഴിഞ്ഞാൽ ജന്മം കുറച്ചും കൂടി നന്നാവും. അതുകൊണ്ട് പറഞ്ഞു അവബോധാത്മകമായിരിക്കുന്ന ആനന്ദത്തിനെയും ഭാഷ കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ അനുപമം, അതാണ് അനുപമിതം. പിന്നെ പറഞ്ഞു കാലദേശാവധീഭ്യാം നിർമുക്തം. ഇതും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അർത്ഥം. ഈശ്വരനോ നമ്മളോ ആത്മചൈതന്യത്തിനോ കാലദേശങ്ങളായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇപ്പം നമ്മൾ ഇത്തവണ ജനിച്ചത് കേരളത്തിലാണ്. കുറേ ആൾക്കാർ കുടമാളൂർ, കുറേ ആൾക്കാർ കോട്ടയത്ത്, ഞങ്ങളെ പോലുള്ള ആൾക്കാർ തൃശ്ശൂർ, അവിടെ എവിടെയൊക്കെ പോയി ജനിച്ചു. ഇനിയിപ്പോൾ അടുത്ത ജന്മത്തിൽ എവിടെ ജനിക്കുകയെന്ന് വല്ലവർക്കും വല്ല നിശ്ചയമുണ്ടോ? ഒരു നിശ്ചയമില്ല. ജനിച്ചേടത്താണോ ജീവിച്ചത്? ജീവിച്ചേടത്താണോ മരിക്കാൻ പോണത്? ആണോ? ജനിച്ചത് ഒരു ദിക്കിൽ. എൻ്റെ ശരിക്കുള്ള നാട് തൃശ്ശൂരാണ്. ഞങ്ങളിവിടേക്ക് കൊണ്ടുവന്നതാണ്. ഇനി ഇവിടുന്ന് എങ്ങടാ കൊണ്ടുപോകണത് അല്ലേ? എവിടെയാണ് ജനിക്കണത് അറിയില്ല, ജനിച്ചേടത്തല്ല ജീവിക്കണത്, ജീവിച്ചേടത്തല്ല മരിക്കണത്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തന്നെയാണ് തിരിച്ചു വരണേന്ന് ചോദിച്ചാൽ അറിയൂല. ഇനി തിരിച്ചു വരണത് ഇതേ വേഷത്തിലാവുമെന്നും പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ 2 വീലേഴ്സാണ്, ഇത് 4 വീലറായിട്ട് വന്നുകൂടാന്നില്ല എവിടേക്ക്. ഇപ്പോൾ നമ്മൾ 2 വീലേഴ്സാണ്. ഇനിയിപ്പോൾ ഇത് പറഞ്ഞ അടുത്ത ജന്മത്തിൻ്റെ ചിലപ്പോൾ 4 വീലറായിട്ടാണ് വരിക. ചിലപ്പോൾ അത് അവിടെ തന്നെ ഉണ്ടാവും, ആ തൊഴുത്തിലോ ഉണ്ടാവും. ഇത്രയ്ക്കുള്ള അവസ്ഥ. ഇതൊക്കെ ആലോചിക്കുമ്പോൾ അതിനെ കാലദേശാവിധിഭ്യം നിർമുക്തം. ഈശ്വര ഉപാസനയ്ക്ക് തെക്കോട്ട് തിരിഞ്ഞിരിക്കണം. ഇപ്പോൾ ഇവിടെ തന്നെ കഴിഞ്ഞ കൊല്ലാണോ എനിക്ക് ഓർമ്മയില്ല, എവിടെ ചെന്നപ്പോൾ പറഞ്ഞു അർച്ചനയ്ക്ക് ഇരിക്കാൻ പറഞ്ഞപ്പോൾ തിരുമേനി അവർ പറയണു തെക്കോട്ട് തിരിഞ്ഞിരിക്കില്ല എന്ന്. അതെന്താ ചോദിച്ചു. ആ തെക്കോട്ട് തിരിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ തെക്കോട്ട് പോകേണ്ടി വന്നേരം ഒന്ന് പേടി. എന്താ പറയുക. അപ്പം ഞാൻ പറഞ്ഞു തെക്കോട്ട് നോക്കണ്ട, ആ വിളക്കിലേക്ക് നോക്കിയാൽ മതി. നിങ്ങൾ തെക്കോട്ട് നോക്കണത് എന്താ പല തെക്കോട്ട് നോക്കിയാൽ എന്താ? അപ്പം അത് നമ്മൾ പൂജിക്കാതിരുന്നാൽ വിളക്കിലേക്ക് നോക്കുക, ഭഗവാനെ നോക്കുക, അർച്ചന ചെയ്തുകൊള്ളുക. അപ്പോൾ നാളെ നമ്മളിപ്പോൾ അർച്ചന ഉണ്ടാവും ഇവിടെ അല്ലേ. ഇവിടെ തെക്കും വടക്കും ഏതൊക്കെ നോക്കാൻ ആൾക്കാരുണ്ടാവും എൻ്റെ അടുത്ത് വന്നിട്ട്. തെക്കോട്ട് തിരിഞ്ഞിരിക്കാൻ പാടില്ല, വേണ്ട മേപ്പോട്ട് നോക്കിയിരുന്നോളൂ എന്നല്ലേ. ഇപ്പോൾ കാലദേശാവധിഭ്യാം, അതായത് അൺകണ്ടീഷണലായിട്ട് പോകണം. കാലദേശങ്ങൾക്ക് അധീനമല്ല ഈശ്വരശക്തിയോ ആത്മചൈതന്യമോ ഒന്നും തന്നെ.
ഞാൻ പറഞ്ഞില്ലേ, ഭൗതികമായിട്ടാണ് നമ്മൾ ഈശ്വരനെ ഉപാസിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കേണ്ടി വരും. മുഹൂർത്തം നോക്കേണ്ടി വരും, മറ്റേ രാഹുകാലം നോക്കേണ്ടി വരും, ഗുളികകാലം നോക്കേണ്ടി വരും. പക്ഷേ ആധ്യാത്മികമായിട്ട് ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് മുഹൂർത്തം നോക്കണ്ട, ദിക്ക് നോക്കണ്ട, കാലം നോക്കേണ്ട ആവശ്യമില്ല. നമുക്കൊക്കെ തയ്യാറെന്താ വെച്ചാൽ ഈശ്വരനെ കൊണ്ട് ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അവസ്ഥയിൽ വരുമ്പോൾ ഇതൊക്കെ ഈ മുഹൂർത്തങ്ങളൊക്കെ നോക്കേണ്ടി വരും. കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം. ഒന്നിനോടും ഒരിക്കലും അറ്റാച്ച്മെൻറ്റ്, അടുപ്പമില്ലാത്ത വസ്തു. എന്തിനോടും ചേർന്ന് നിൽക്കും, എന്നാൽ ചേർച്ചയില്ലാത്ത. താമര ഇല വെള്ളത്തിൽ നിൽക്കുന്ന പോലെ എന്ന് പറയാൻ വേണമെങ്കിൽ നിൽക്കുന്നത് താമര ഇല വെള്ളത്തിലാണെങ്കിലും ആ ഒന്നും അതിൻ്റെ മേലെ വരാറില്ല. നിത്യമുക്തമായ ഒരിക്കലും താമര വെള്ളം നിൽക്കാൻ സമ്മതിക്കില്ല. താമരയില നിൽക്കുന്നത് വെള്ളത്തിലാണ് താനും. ഒന്നിനോടും ബന്ധപ്പെട്ട് നമ്മൾ കാലം ജനിച്ച് ഇതുവരെ ജീവിച്ചു പോകുന്നിടത്തൊക്കെ എത്രയോ വസ്തുക്കൾ നമ്മൾ അറിഞ്ഞും അറിയാതെ നമുക്ക് വിടേണ്ടി വന്നിട്ടുണ്ടല്ലേ. ചില വസ്തുക്കൾ നമ്മളെ വിട്ടുപോയി, ചില വസ്തുക്കളെ നമ്മൾ വിട്ടുപോകുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടില്ലേ? ഇതൊക്കെ നമ്മൾ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലേ. ഇപ്പോൾ വഞ്ചിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് വെള്ളത്തിനെ പിന്നോട്ട് തള്ളിയിട്ടാണ് വഞ്ചി മുന്നോട്ട് പോണത്. പിന്നോട്ട് തള്ളിയ വെള്ളത്തിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വഞ്ചി മുന്നോട്ട് പോകുന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ ഗതിയും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്ത് വേണം? അറ്റാച്ച്മെൻറ്റ്, അനാവശ്യമായ ആസക്തികൾ ഒന്നിനോടും തന്നെ വയ്ക്കാണ്ടിരിക്കുക. ആ ഒരു സാമാന്യ ബുദ്ധി നമുക്ക്. ഈശ്വരനാണെങ്കിലോ സൃഷ്ടിക്കണു, രസിക്കണു, കളിക്കണു.